നിതിൻ രാജിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച കുടുംബം കെട്ടിടത്തിൽ നിന്നും വീണപ്പോൾ മരണം സംഭവിച്ചില്ലെന്നും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കണമെന്നും കുടുംബം സിറ്റി പോലീസ് കമ്മീഷണറോട് പറഞ്ഞു. പരാതിയിൽ നിതിന്റെ അച്ഛന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ഈ മാസം 10-നാണ് കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചത്. വീണ സ്ഥലത്ത് രക്തം തളകെട്ടി നിന്നിരുന്നില്ല. ആ സമയം മരണവും സംഭവിച്ചില്ലെന്നാണ് കുടുംബത്തിന് കിട്ടിയ വിവരം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലാണ് നിതിനെ ചികിത്സിച്ചത്. അവിടുത്തെ ചികിത്സാ പിഴവ് അന്വേഷിക്കണമെന്നും മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുമാണ് കുടുംബം പറയുന്നത്. ഇതിൽ വീണ്ടും മൊഴി എടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നിതിന്റെ അച്ഛൻ LY രാജൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ 10-ാം തീയതി സൂയിസൈഡ് എന്ന് പറയുന്ന സംഭവം സൂയിസൈഡല്ല, കൊലപാതകമാണ്. ആ സംഭവം തൊട്ട് ഇന്ന് 20-ആയി, 10 ദിവസമായി. അപ്പോൾ ഇന്നുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാനേജ്മെന്റ് ചൊൽപ്പടികളും ബാക്കിയുള്ള ഇതുകളും കാറ്റിൽ പറത്താനും. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ സ്ഥലത്ത് രക്തം ഇല്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ആന്തരിക രക്തസ്രാവം ആണ് മരണകാരണമെന്നാണ് പറയുന്നത്. ഇതിലെല്ലാം വ്യക്തത വരുത്താൻ വിദഗ്ധ അന്വേഷണം വേണമെന്നും കോളേജ് അധികൃതരുടെ നീക്കങ്ങളിൽ സംശയമുണ്ടെന്നുമാണ് കുടുംബം കമ്മീഷണറോട് പറഞ്ഞത്. നിതിൻ മരണപ്പെടുന്നതിന് തൊട്ടുമുമ്പ് പ്രിൻസിപ്പളുടെ മുറിയിൽ വെച്ച് വിചാരണ ചെയ്ത സംഭവവും കുടുംബം പരാതിയായി കമ്മീഷണറോട് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.